നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട്. നെഞ്ചിലെ വെളിച്ചത്തിന്റെ കതിരെടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടാൽ എൻ്റെ ഉള്ളിലുള്ള വെളിച്ചമാണ് ഈ തൊട്ടത്. മനസ്സിലായോ? ഇവിടെ നെറ്റിയിൽ തൊട്ടാൽ എൻ്റെ ചിന്തകളിൽ വെളിച്ചമുണ്ട്. ഇവിടെ തൊടുന്നില്ലേ? കണ്ഠത്തിൽ നിന്നാണല്ലോ വാക്കുണ്ടാവുന്നത്. കണ്ഠ്യം, ശബ്ദം ഉത്ഭവിക്കുന്നത് കണ്ഠത്തുനിന്നല്ലേ? ക്ക് എന്ന ഒച്ച വായിലൂടെ പുറത്തു വരുന്നതാണല്ലോ വാക്ക്. വാക്ക് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? വായിലൂടെ ക്ക് പുറത്തു വരുന്നത് വാക്ക്. ഈ വാക്കുകളിൽ വെളിച്ചമുണ്ട് എന്നാണ് ഇവിടെ തൊട്ട അർത്ഥം. എൻ്റെ വാക്കുകൾ ഒരു തോന്നിയാസം പറയരുത് ഇത് തൊട്ടാൽ. മനസ്സിലായി? എൻ്റെ വാക്കുകൾ ഒരാളെ കുറ്റം പറയരുത്, വെളിച്ചമുണ്ടെന്നാണ്. പിന്നെ ഇവിടെയും തൊടുന്നില്ലേ? എന്തിനാ ഇവിടെയും തൊടുന്നത്? കൈകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ വെളിച്ചമുണ്ട്, ഒരു ദുഷ്ടപ്രവൃത്തിയും ചെയ്യരുത് എന്നാ. അപ്പൊ മനസാ വാച കർമ്മണ വെളിച്ചം മാത്രം ഉണ്ടാക്കുന്നവൻ, അതാണ് ഈ പ്രസാദം തൊട്ടവൻ. മനസ്സിലായോ? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. വാക്കുകൾ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എല്ലാ കുഴപ്പവും ഉണ്ടാവുന്നത്. നിങ്ങളുടെ വീട്ടിൽ നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടോ? ദൈവമേ കൈതൊഴാം കാക്കുമാറാകണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം.